For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മട്ടന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് യുവജന പ്രതിരോധ പരിപാടിയുടേതെന്ന പേരിൽ വ്യാജ ബോർഡ് ചമച്ച് വ്യാപക പ്രചരണം നടക്കുന്നതായി ഡിവൈഎഫ്ഐ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അബോയ് മുഖർജി പങ്കെടുക്കുന്ന പരിപാടിയുടെ വ്യാജ ബോർഡ് സ്ഥാപിച്ചാണ് സൈബർ പ്രചരണം നടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലീഗ് ആഭിമുഖ്യമുള്ള സൈബർ പേജുകളിൽ നിന്നും വൻതോതിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടു തുടങ്ങിയതോടെയാണ് പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടത്. RSSനെ വെല്ലുന്ന ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ എന്ന തലക്കെട്ടോടെ വാർത്തയും പ്രചരിച്ചിരുന്നു. രക്ഷാബന്ധൻ മഹോത്സവം സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ പർദ്ദയെ അടച്ചാക്ഷേപിക്കുന്ന ബോർഡ് സ്ഥാപിച്ചു എന്നായിരുന്നു ആരോപണം. ഡിവൈഎഫ്ഐ പറോപ്പടി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടിയുടെ പ്രചരണ ഫ്ലെക്സിൽ മുസ്ലിം വിരുദ്ധ ക്യാമ്പയിൻ എന്ന് വരുത്തി തീർക്കുന്നതായിരുന്നു പ്രചരണം. ഓൺലൈൻ ന്യൂസ് പോർട്ടലായ സൗത്ത് ലൈവ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് നായ മനുഷ്യരെ കടിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയിടാറ് നായയാണ്, മനുഷ്യരെയല്ല. കണ്ടുപോയാൽ ആക്രമിക്കുമെന്നുണ്ടെങ്കിൽ മൂടിവെക്കേണ്ടത് പുരുഷന്റെ കണ്ണുകളാണ്, സ്ത്രീയുടെ മുഖമല്ല എന്ന MN കാരശ്ശേരിയുടെ വാചകവും പർദ്ദയണിഞ്ഞ സ്ത്രീകളുടെ ചിത്രവും ഉൾക്കൊള്ളുന്നതായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ട ബോർഡ്. തൊട്ടടുത്തായി ഓഗസ്റ്റ് 16-ന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന രക്ഷാബന്ധൻ മഹോത്സവത്തിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ക്ഷണിക്കുന്നുവെന്ന ബോർഡിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഈ രണ്ട് ബോർഡും വ്യാജമാണെന്നാണ് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി SK സജീഷ് പറയുന്നത്. രക്ഷാബന്ധൻ മഹോത്സവം എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടില്ല. പ്രാദേശികമായി ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വർഗീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നും അബോയ് മുഖർജി പങ്കെടുക്കുന്ന പരിപാടിയുടെ വിവിധ പോസ്റ്ററുകൾ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്നുവെന്നും സജീഷ് പറയുന്നു. ഡിവൈഎഫ്ഐയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന പർദ്ദ വിരുദ്ധ ബോർഡുമായി സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും സജീഷ് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം.